ഫ്രണ്ട്സ്, ദിസ് ഇസ് ലക്ഷ്മി. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞുതരാൻ പോകുന്നത്. നമ്മളിൽ പലർക്കും വൈറ്റമിൻ ഡെഫിഷ്യൻസി പോലുള്ള കാര്യങ്ങളുണ്ട് അല്ലെ? ഇപ്പോഴത്തെ കാലം എന്ന് വെച്ച് കഴിഞ്ഞാല് മൾട്ടി വിറ്റാമിൻ ഗുളികകൾ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. എങ്കിലും എന്തുകൊണ്ടോ നമ്മുടെ ശരീരത്തിൽ ചിലപ്പോ വൈറ്റമിൻ ഡി ഇല്ല, വൈറ്റമിൻ സി ഇല്ല, വൈറ്റമിൻ എ ഇല്ല, വൈറ്റമിൻ ബി ഇല്ല, വൈറ്റമിൻ B12 ഇല്ല, അയൺ ഇല്ല, അങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡെഫിഷ്യൻസി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഇല്ലാതാവുമ്പോൾ നമ്മുടെ ശരീരം ചില സിംറ്റംസ് ഒക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് ഇന്ന വൈറ്റമിന്റെ കുറവ് നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതില് ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ശരീരത്തിന്റെ ശരിയായ ആരോഗ്യത്തിന് പോഷക സമ്പുഷ്ടമായിട്ടുള്ള ഭക്ഷണം അനിവാര്യമാണ്. അതിലൂടെ നമുക്ക് ഒരുപാട് വൈറ്റമിൻസ് മിനറൽസും എല്ലാം ലഭിക്കുന്നതാണ്. അപ്പൊ ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ ചില വൈറ്റമിൻസിന്റെ ഒക്കെ കുറവുണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോൾ നമ്മുടെ ശരീരം ചില സിംറ്റംസ് ഒക്കെ കാണിക്കാറുണ്ട്. അതില് ഒന്നാമത്തേതെന്ന് പറയുന്നത് ശരീരത്തില് ചില പാടുകൾ വരികയും ശരീരം വരണ്ടു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവും. അതായത് സ്കിന്നിലെ പാടുകളും സ്കിന്നിലുണ്ടാകുന്ന വരൾച്ചയുമാണ്. നിരവധി ഹോർമോണുകളുടെയൊക്കെ വ്യതിയാനം വരുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലെ ഇതുപോലെയുള്ള പാടുകളും അതുപോലെ തന്നെ ചർമ്മം വരണ്ടും പോകുന്നത്. എന്നാൽ ഇതേ സമയത്ത് ചില വൈറ്റമിനുകളുടെ കുറവ് കൊണ്ടും ഇത്തരത്തില് ചർമ്മത്തില് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ എന്നിവയുടെ കുറവ് കൊണ്ട് മുഖത്ത് കുരുക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വൈറ്റമിൻ B12 കുറവ് കൊണ്ട് ശരീരത്തിന് നല്ല വരൾച്ച ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ വിളർച്ചയും മൂഡ് സ്വിങ്സും ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഉണ്ടാകാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വൈറ്റമിൻ B12 ചെക്ക് ചെയ്യേണ്ടതാണ്. ഇനി രണ്ടാമത്തേത് തൂങ്ങിയതായിട്ടുള്ള കണ്ണുകൾ, എപ്പോഴും ഒരു ഉറക്കം തൂങ്ങിയ ലക്ഷണം. തൂങ്ങിയതും വീർത്തതുമായിട്ടുള്ള കൺതടങ്ങള് നമ്മുടെ ശരീരത്തിൽ ചിലപ്പോൾ ചില അലർജിയുടെ ഭാഗമായിട്ട് ഉണ്ടാവാറുണ്ട്. ഇത് മോർണിംഗിൽ നമ്മൾ ഉണർന്നെണീക്കുമ്പോഴത്തേക്കും ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിൽ അയഡിന്റെ കുറവ് കൊണ്ടും ഈ രീതിയിൽ കൺതടങ്ങള് വീർത്തു വരാനും തൂങ്ങി വരാനും ഒക്കെ ഇടയാവുന്നതാണ്. ചിലപ്പോഴൊക്കെ ചില ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരിലും ഇത്തരത്തില് കൺതടങ്ങൾ വീർത്തു വരാറുണ്ട്. എന്നാൽ പൊതുവില് കണ്ടുവരുന്നത് ഈ രീതിയിലാണ്. നമ്മുടെ ശരീരത്തില് ഈ അയഡിൻ കുറയുന്നത് തൈറോയിഡ് രോഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇതുമൂലം തളർച്ച, ക്ഷീണം, അമിതമായിട്ടുള്ള ശരീരഭാരം കൂടുക, അങ്ങനെയുള്ള അവസ്ഥകളിലോട്ടൊക്കെ എത്തിച്ചേരാറുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം പരിഗണിച്ച് ആവശ്യമായിട്ടുള്ള വൈദ്യനിർദ്ദേശം തേടേണ്ടതാണ്. ഇനി അടുത്തത് മോണയിലെ രക്തസ്രാവമാണ്. പ്രധാനമായിട്ടും മോണയിൽ നിന്നുള്ള രക്തസ്രാവം ഉണ്ടാകുന്നത് രോഗപ്രതിരോധ ശേഷി കുറവുള്ളവരിലും അതുപോലെ തന്നെ പ്രമേഹം, കൃത്യമായ രീതിയിലുള്ള ദന്തശുചിത്വം ചെയ്യാത്തവരില്, അതുപോലെ തന്നെ രക്തത്തെ ബാധിക്കുന്ന ഗുരുതരമായ ചില ആരോഗ്യ പ്രശ്നങ്ങളിലും ഇത്തരത്തിൽ മോണയിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകാറുണ്ട്. വൈറ്റമിൻ സിയുടെ കുറവ് നമ്മുടെ ശരീരത്തിൽ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മോണയിൽ നിന്നുള്ള രക്തസ്രാവം. സ്കർവി എന്നറിയപ്പെടുന്ന ഒരു രോഗമാണിത്. വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തെ കൃത്യമായ അളവിൽ ലഭ്യമാകുന്നതിന് വേണ്ടി ഓറഞ്ച്, ലെമൺ, മുന്തിരി തുടങ്ങിയ സിട്രസ് ഫ്രൂട്ടുകൾ കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. ചില സാഹചര്യത്തിൽ ചിലർക്ക് ചിലപ്പോൾ ഇതിന്റെ സപ്ലിമെന്റുകളും കഴിക്കേണ്ടതായി വന്നേക്കാം. അടുത്തത് ചുണ്ടിനുണ്ടാകുന്ന വിളർച്ചയാണ്. വിളറിയതോ നിറമില്ലാത്തതോ ആയ ചുണ്ടുകൾ പല രോഗങ്ങളുടെയും ലക്ഷണമാണ്. എന്നാൽ ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അനീമിയ. അനീമിയ ഉള്ള ഒരു വ്യക്തിയുടെ ചുണ്ടുകൾ ഇത്തരത്തിൽ നിറം മങ്ങി വരണ്ടതായി കാണപ്പെടാറുണ്ട്. രക്തത്തിലെ ചുവന്ന രക്താണുക്കളുടെ എണ്ണം കുറയുന്നതിലൂടെയാണ് ഇത്തരത്തിൽ അനീമിയ ഉണ്ടാവുന്നത്. ശരീരത്തിന് ആവശ്യമുള്ള ഇരുമ്പിന്റെ അളവ് ലഭ്യമാകാത്തതാണ് ഇത്തരത്തിൽ ചുവന്ന രക്താണുക്കളുടെ കുറവുണ്ടാകുന്നതിന് കാരണം. ഇതുമൂലം ശരീരകോശങ്ങളിലേക്ക് ഓക്സിജനെ വഹിക്കാനുള്ള കഴിവ് കുറയുന്നു. ഇത് ചർമ്മത്തിനും ചുണ്ടിനും നിറവ്യത്യാസം ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ അയണിന്റെ കുറവ് നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി നഷ്ടമാകുന്നതിനും കാരണമാക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ പ്രശ്നങ്ങളുള്ളവര് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കണ്ട് വേണ്ടതായ രീതിയിലുള്ള ചികിത്സാ രീതികൾ എടുക്കേണ്ടതാണ്. ചിലപ്പോൾ അയൺ ടാബ്ലറ്റുകളും മറ്റും കുറച്ചു നാളത്തേക്ക് കഴിക്കേണ്ടതായി വന്നേക്കാം. അടുത്തത് അകാരണമായി മുടി പൊട്ടിപ്പോവുക. ആവശ്യത്തിന് ബയോട്ടിൻ അഥവാ വിറ്റാമിൻ B7 ശരീരത്തിൽ ഇല്ലാത്തതാണ് ഇത്തരത്തിൽ മുടി പൊട്ടിപ്പോകുന്നതിന് ഇടയാക്കുന്നത്. മുടി ശക്തമായും പുഷ്ടിയോടെയും വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഘടകമാണ് ബയോട്ടിൻ. ഈ വിറ്റമിന്റെ കുറവ് കൊണ്ട് താരൻ പോലുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ മുടിക്ക് വരൾച്ച ഉണ്ടാകാനും ഇടയാവുന്നതാണ്. ഇതോടൊപ്പം തന്നെ
നമ്മുടെ നഖങ്ങള് കനം കുറഞ്ഞ് പൊട്ടിപ്പോകുന്നതിനും ഇത് കാരണമാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ബയോട്ടിൻ അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത്, ഉദാഹരണത്തിന് കൊഴുപ്പ് കുറഞ്ഞ മാംസം, പഴങ്ങൾ, പച്ചക്കറികൾ, മത്സ്യം എന്നിവയടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് ഒരു പരിധിവരെ ബയോട്ടിന്റെ കുറവ് പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. ഇതിലൂടെ മുടിയുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനും നമുക്ക് സാധിക്കും. അവശ്യഘട്ടങ്ങളിൽ ബയോട്ടിൻ ടാബ്ലറ്റുകളോ സപ്ലിമെന്റുകളോ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കേണ്ടതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കാതിരിക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ നിങ്ങളുടെ സ്വന്തം RJ ലക്ഷ്മി. ബൈ ബൈ.